ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 3 മെട്രിസസ് ആണ്. വളരെ എളുപ്പമുള്ള ഒരു പാഠമാണ്. ജസ്റ്റ് ബേസിക്സ് ഒക്കെ മാത്സിൻ്റെ അറിയാവുന്നവർക്ക് പോലും വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് വലിയ വലിയ മാത്സിൻ്റെ ഓപ്പറേഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. ജസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിയാവുന്നവർക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മെട്രിസസ് എന്ന് പറയുന്നത്. ഓക്കെ, മെട്രിക്സ് ആണ് സിംഗുലർ, മെട്രിസസ് എന്ന് പറയുന്നത് എന്താണ്, പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെട്രിസസ് എന്ന് പറയുന്നത് നമുക്ക് സയൻസിൻ്റെ തന്നെ പല പല ബ്രാഞ്ചസിലൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ജെനറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, അങ്ങനെ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്, മോഡേൺ സൈക്കോളജി, ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ നമുക്ക് മെട്രിസസ് ഒക്കെ ആവശ്യം വരുന്നതാണ്. പിന്നെ എഞ്ചിനീയറിങ്ങിലും അങ്ങനെ വൈഡായിട്ട് ഇതിന് യൂസസ് വരുന്നുണ്ട്. ഓക്കെ, ഒരു ചെറിയ കാര്യമല്ല. വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴും ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിലും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരിതാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ തൊട്ട് മെട്രിക്സ് എന്നായിരിക്കും മാക്സിമം പറയുക. മെട്രിക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാവുന്ന ഒരു ക്വാണ്ടിറ്റീനെ ഒരു റെക്ടാങ്കുലർ ബ്രാക്കറ്റിൻ്റെ അകത്താക്കി ഇട്ട് വയ്ക്കുക. ദറ്റ് ഇസ് എ മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലൊരു 15 മിഠായി ഉണ്ടെങ്കിൽ എനിക്ക് 15 എന്നിട്ടിട്ട് ഇങ്ങനത്തെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തായി, ഇതൊരു മെട്രിക്സ് ആയി. ഓക്കെ, പിന്നെ അതിനൊരു പേര് കൊടുക്കണം എന്ന് മാത്രമേ, എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. എ കൊടുക്കാം. എ ഈസ് ഈക്വൽ ടു 15. അതാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ബേസിക്കലി നമുക്ക് അറിയാവുന്ന കുറച്ച് വാല്യൂസിന് ഒരു റെക്ടാങ്കുലർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇട്ട് വെച്ചാൽ മതി. റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്, അതായത് നമ്പേഴ്സ് തന്നെ വരണമെന്നില്ല, ഫങ്ഷൻസും ഒക്കെ വരാൻ മതി, പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാം. അല്ല, എൻ്റെ കയ്യിൽ 15 മിഠായി 6 പേന. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 15, 6. ഓക്കെ, ഇനി എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ കേസ് എഴുതുവാണ്. ഇപ്പോൾ എനിക്ക് 15 മിഠായി 6 പേന, അവന് 10 മിഠായി 9 പേന. അപ്പം ഇതും എന്തായി, ഒരു മെട്രിക്സ് ആണ്. ഇത് പെന്നിൻ്റെ, ഇത് മിഠായിയുടെ, ഇത് പെന്നിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ മെട്രിസസിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻസിന് പറയുന്ന പേരാണ് റോസ്. ഓക്കെ, റോ. ഇനി വെർട്ടിക്കൽ കമ്പോണൻസിന് പറയുന്ന പേരാണ് കോളംസ്. ഓക്കെ, അപ്പോൾ റോസും കോളംസും ഒരു മെട്രിക്സിന് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് റോ, ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് റോ. ഓക്കെ, ഇതാണ് ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം, ഇതാണ് ഈ മെട്രിക്സിൻ്റെ സെക്കൻഡ് കോളം. ഓക്കെ, അപ്പോൾ 2 റോയും 2 കോളവും വരുന്ന ഒരു മെട്രിക്സ് ആണ് സി എന്നിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നമ്പേഴ്സ് അല്ലാതെ ഫങ്ഷൻസും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം x³ 3 cos x tan x, ഇതും എന്താണ്, ഒരു മെട്രിക്സ് ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇതിൽ ജസ്റ്റ് നമ്പേഴ്സ് അല്ല, നമ്പേഴ്സ് വരുന്നുണ്ട്, ഒപ്പം ഫങ്ഷൻസും ഒക്കെ വരുന്നുണ്ട്, പോളിനോമിയൽ ഫങ്ഷൻസും എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെ എഴുതാം നോക്കാം. ഓർഡർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സിമ്പിളാണ്. റോ ഇൻറ്റു കോളം, ഇൻറ്റു എന്നല്ല എഴുതുന്നത് ഇൻറ്റു എന്നാണെങ്കിലും വായിക്കുന്നത് ബൈ ആണ്. അതായത് റോ ബൈ കോളം ആണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സി എന്നുള്ള മെട്രിക്സിൻ്റെ ഓർഡർ കാണാൻ എത്ര റോ ഉണ്ടെന്ന് എടുക്കുക, 2, എന്നിട്ട് ഒരു ഇൻറ്റു പോലത്തെ സിമ്പിൾ ഇടുക. കോളം എത്ര ഉണ്ട്, 2, 2 റോ 2 കോളം. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 × 2 ആണ്. ഓക്കെ, 2 റോയും 2 കോളവും ഉള്ള ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, 2 × 2 എന്ന് ഞാൻ വെറുതെ വായിച്ചതാണ്, അത് വായിക്കേണ്ടത് 2/2 എന്നാണ്. ഓക്കെ, അതായത് ഒരു 2/2 മെട്രിക്സ് ആണ് ഇത്. ഇനി വേറൊരു മെട്രിക്സ് നോക്കാം. മെട്രിക്സ് P is equal to 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സ് കൺസിഡർ ചെയ്യുമ്പോഴേക്കും എത്ര റോ ഉണ്ട്, 1 2 3. അപ്പോൾ 3 ബൈ എത്ര കോളം ഉണ്ട്, 1 2 3 3. അതായത് 3/3 മെട്രിക്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, 9 എലമെന്റ്സ് ഉള്ള അല്ലെങ്കിൽ എൻട്രീസ് എന്നുള്ള, ഇതിൻ്റെ അകത്തുള്ളതിനെ നമുക്ക് എലമെന്റ്സ് എന്ന് പറയാം, എൻട്രീസ് എന്ന് പറയാം. കൂടുതലും എലമെന്റ്സ് എന്നാണ് പറയാറ്. അതായത് 3/3 മെട്രിക്സിൽ 9 എലമെന്റ്സും 2/2 മെട്രിക്സിൽ 4 എലമെന്റ്സും ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കലി ഒരു മെട്രിക്സ് നമുക്ക് m × n എന്നുള്ള രീതിക്ക് എഴുതാം. ഓക്കെ, m റോസും n കോളംസും വരുന്ന രീതിക്ക് ഞാനിങ്ങനെ എഴുതുവാണ്.
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എലമെന്റ് A11, സെക്കൻഡ് എലമെന്റ് A12, തേർഡ് എലമെന്റ് A13, ഫോർത്ത് എലമെന്റ് A14 അപ് ടു A1n. ഓക്കെ, nth റോ എന്നുള്ള രീതിക്ക് ഞാൻ എടുക്കുവാണ്. പിന്നെ A21, A22, A23, A24 അപ് ടു A2n. ഓക്കെ, അങ്ങനെ പോയി AM1, AM2, AM3, AM4 അപ് ടു AMN. ഇതാണൊരു M/N. ഇൻറ്റു എന്നല്ലോ, അത് ഇൻറ്റു എന്ന് എഴുതുന്നെങ്കിലും വായിക്കുന്നത് ബൈ എന്നാണ്. മിക്കവർക്കും അത് പറയുമ്പോൾ തെറ്റുപോലെ വരും. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ കുറേ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് M/N എന്നാണ് വായിക്കേണ്ടത്. തുടക്കം വായിക്കുമ്പോൾ M/N എന്ന് വായിക്കാൻ തോന്നും. ശീലിച്ച് വരുമ്പോഴേക്കും അത് M/N ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഒരു M/N മെട്രിക്സിന്റെ ജനറൽ ഫോർമുലയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ മെട്രിക്സ് ഭയങ്കര വലുതാക്കി ഒന്നും എഴുതാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അതിന്റെ കോമ്പാക്റ്റ് ഫോം വേണം. അപ്പോൾ ഞാൻ ഈ മെട്രിക്സ് A എന്ന് കൊടുക്കുവാണെങ്കിൽ A is equal to AIJ ബ്രാക്കറ്റ് ഇട്ടിട്ട് M ക്രോസ് N എന്ന് എഴുതും. ഓക്കെ, അതായത് ഇതിലൊരു ith റോയും jth കോളവും, അതായത് നമ്മളിങ്ങനെ എഴുതി വരുന്ന ഒരു പർട്ടിക്കുലർ കോളം എടുക്കുന്നു, jth കോളം, ഒരു പർട്ടിക്കുലർ റോ എടുക്കുന്നു, ith റോ. അപ്പൊ ith റോയും jth കോളവും കൂടെ രണ്ടും കൂടെ വരുന്ന സ്ഥലത്ത് കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് കാണും, AIJ. അതാണ് AIJ. അതായത് ഇവിടെ നിന്ന് ഐയും ഇവിടെ നിന്ന് ജെയും വരുമ്പോഴേക്കും കോമൺ ആയിട്ടൊരു സംഭവം വരും. അതാണ് AIJ എന്ന് പറയുന്നത്. അതായിരിക്കും അതിന്റെ ഒരു കോമൺ എലമെന്റ് AIJ. അതായത് റാൻഡം ആയിട്ട് ഐ എന്ന് പറയുന്ന ഒരു റോയും ജെ എന്ന് പറയുന്ന ഒരു കോളവും എടുക്കുമ്പോഴേക്കും വരുന്ന ഒരു എലമെന്റ് ആണ് AIJ. ബ്രാക്കറ്റിൽ മെട്രിക്സ് ഇട്ടു. അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് M/N ആയിരിക്കും. ഓക്കെ, അതില് ഐ എന്ന് പറയുന്നത് 1നും M-നും ഇടയിലാണ്. ജെ എന്ന് പറയുന്നത് 1നും N-നും ഇടയിലാണ്. ഈ പറയുന്ന ഐയും ജെയും നാച്ചുറൽ നമ്പേഴ്സിൽ പെടുന്നതുമാണ്. ഓക്കെ, അപ്പൊ ith റോയ്ക്കും jth കോളത്തിനും ഇടയ്ക്ക് വരുന്ന കോമൺ എലമെന്റ് AIJ. മെട്രിക്സ് ഇട്ടു M/N. ഓക്കെ, അതായത് ഇതാണ് അതിന്റെ ഓർഡർ പറയുന്നത്. ഇതാണ് അതിന്റെ കോമൺ എലമെന്റ് ith റോയിലും jth കോളത്തിലും വരുന്ന കോമൺ എലമെന്റ് AIJ എന്ന് പറയുന്നത്. ഇതിലൊരു എലമെന്റ് ആയിരിക്കും. ഓക്കെ, ഐയിലും ജെയിലും കോമൺ ആയിട്ട് വരുന്നത് എന്നുള്ള രീതിക്കാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഉള്ള സെക്ഷൻ ഇതുപോലെ ആയിരിക്കും ഇനി ചോദ്യങ്ങൾ വരിക. അതായത് ഈ ഫോമില് തന്നിട്ട് എന്തിലോട്ട് മാറ്റണം, അതിനൊരു റിയൽ മെട്രിക്സിലേക്ക് മാറ്റണം. ഓക്കെ, ഇത് ഷോർട്ട് ഫോം ആണ്. ഇതിന് ഇതുപോലെ ഒരു മെട്രിക്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഒരു മെട്രിക്സിൽ നമ്പർ ഓഫ് എലമെന്റ്സ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഓർഡേഴ്സ് പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ ഒരു മെട്രിക്സിൽ 8 എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം? 8 കിട്ടാൻ എന്തൊക്കെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, അതൊക്കെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും അതിന്റെ ഓർഡർ ആയി. അതായത് 1 × 8, 2 × 4, 4 × 2, 8 × 1. ഓക്കെ, 4 പറ്റും. അതായത് പോസിബിൾ ഓർഡേഴ്സ് ആർ 1/8, 2/4, 4/2, 8/1. ഓക്കെ, ബൈ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം ടെക്സ്റ്റിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ പറഞ്ഞത്. ഇനി നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അതായത് ചോദ്യം ഇങ്ങനെയാണ്, AIJ കോമൺ എലമെന്റ് ആണ്. ith റോയും jth കോളവും വരുന്ന ഒരു കോമൺ എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ nth ടേം ഒക്കെ പറയില്ലേ, ഏകദേശം അതുപോലെ ഇത്രാമത്തെ എന്നുള്ള രീതിക്ക് ith റോയും jth കോളവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു കോമൺ എലമെന്റ്. ഓക്കെ, nth റോ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിൽ എടുക്കും. അങ്ങനെ ഇവിടെ നമ്മൾ AIJ എന്നുള്ള രീതിക്കാണ് ആ ഒരു കോമൺ ടേമിനെ യൂസ് ചെയ്യുന്നത്. AIJ ഇസ് ഈക്വൽ ടു half of modulus I minus 3j ക്ലോസ്. ഓക്കെ, മെട്രിക്സ് എന്ന് പറയുന്നത് 3 × 2 ആണ്, 3/2 ആണ്. ഇൻറ്റു എന്ന് എഴുതും, ബൈ എന്ന് വായിക്കും. 3/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. AIJ is equal to half modulus I minus 3j ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെട്രിക്സിന്റെ ജനറൽ ഫോം ആണ് ആദ്യം എഴുതേണ്ടത്. അതായത് 3/2 മെട്രിക്സ്, അതായത് 3 റോ 2 കോളം. ഓക്കെ, അതായത് 3 റോ വരണം. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് A11, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഓക്കെ, പിന്നെ
ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം. അപ്പോൾ ദിസ് ഇസ് ദ ജനറൽ ഫോം ഓഫ് ദി മെട്രിക്സ്. ഓക്കെ, എ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഐക്കും ജെയ്ക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതായത് ഇപ്പം എനിക്ക് A11 ആണ് കാണുന്നുണ്ടെങ്കിൽ ഐക്ക് പകരം 1ഉം ജെയ്ക്ക് പകരം ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഐക്ക് പകരം 1, ജെയ്ക്ക് പകരം 1. ഓക്കെ, അപ്പം ഹാഫ് മോഡുലസ് 1 മൈനസ് 3 ഇൻറ്റു 1. ഓക്കെ, അപ്പം എങ്ങനെ വരും, 3 ഇൻറ്റു 1 3, 1 മൈനസ് 3 എന്ന് പറയുന്നത് -2, മോഡുലസ് വരുമ്പോൾ 2, 2/2 1. ഓക്കെ, അപ്പോൾ A11 എന്തായി, 1 ആയി. അതുപോലെ തന്നെ A12 അതെങ്ങനെ വരും, ഹാഫ് മോഡുലസ് 1 മൈനസ് 3 ഇൻറ്റു 2. അതായത് ഈ ഐ ജെ എന്നുള്ളതിന് ഇവിടെ ഐ ജെ എന്നുള്ളതിനാണ് ഇവിടെ ഇങ്ങനെ വന്നേക്കുന്നത് 1 2. അപ്പോൾ ഐ എന്ന് പറയുന്നത് 1, ജെ എന്ന് പറയുന്നത് 2. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് 5/2 എന്ന് കിട്ടും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എഴുതി പോകുകയാണ്, ഒരെണ്ണത്തിൻ്റെ ഐഡിയ മനസ്സിലായതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് ബാക്കി കൊണ്ട് എഴുതി പോകുകയാണ്. A21 ഇസ് ഈക്വൽ ടു ഹാഫ് മോഡുലസ് 2 ഇൻറ്റു 2 മൈനസ് 3 ഇൻറ്റു 1, അതായത് ഹാഫാണ്. A22 എന്ന് പറയുന്നത് ഹാഫ് മോഡുലസ് 2 മൈനസ് 3 ഇൻറ്റു 2 ആണ്, അതെന്ന് പറഞ്ഞത് 2 ആണ്. A31 ഇസ് ഈക്വൽ ടു ഹാഫ് മോഡുലസ് 3 മൈനസ് 3 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 0. A32 ഇസ് ഈക്വൽ ടു ഇത് 2 ആണ്, ഹാഫ് മോഡുലസ് 3 മൈനസ് 3 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 3/2. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ എലിമെന്റ്സും കിട്ടി. A11, A12, A21, 22, A31, 32. അപ്പം അതിനെല്ലാം കൊണ്ട് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, മെട്രിക്സിൻ്റെ ആൻസർ ആയി. അതായത് മെട്രിക്സ് ഇസ് ഈക്വൽ ടു 1 5/2, 1/2 2 0 3/2. ഓക്കെ, ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഷോർട്ട് ഫോം AIJ എന്ന് പറയുന്നത് ith റോവും jth കോളത്തിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് ഒരു പ്രത്യേകത. ഓക്കെ, നമ്മൾ nth ടേം കണ്ടുപിടിക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ, nth ടേമിന്റെ ഒരു പൊതുവായ സ്വഭാവം തരും. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എലമെന്റ്സിനെ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഓരോ എലമെന്റ്സിനെ കാണുക. ഏതാണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഐക്കും ജെയ്ക്കും വാല്യൂസ് കൊടുത്താണ് അതിൽ എൻട്രീസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ith റോയും jth കോളം കൂടി വരുന്ന പോയിന്റിൽ ആ ഒരു ടേമിന്റെ പൊതു പ്രത്യേകത എടുക്കും. എന്നിട്ട് അതിൽ നമ്മൾ ഐക്കും ജെയ്ക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ജനറൽ ഫോം എഴുതി ഐക്കും ജെയ്ക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സിനെ നമ്മൾ അതാത് പൊസിഷനെ കൊണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെട്രിക്സ് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഒരു ഷോർട്ട് ഫോമിൽ നിന്ന് മെയിൻ ഇക്വേഷനിലേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ്